അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18 ശനിയാഴ്ച. പൊള്ളാച്ചി വാൽപ്പാറ റോഡിൽ മലപ്പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ടെമ്പോ വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. വാൽപ്പാറയിലേക്ക് വിനോദയാത്ര പോയ പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ 7 അധ്യാപികമാരും ഒരു അധ്യാപകനും ഒരു കുട്ടിയുമാണ് മരിച്ചത്. 13ാം ഹെയർപിൻ വളവിൽ വാൻ സംരക്ഷണ ഭിത്തിയിലിടിച്ച് 300 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പുലാമന്നോൾ സ്വദേശിയും പ്രധാന അധ്യാപികയുമായ അജിത, റംല, സുഹറ, ആശ, മജീദ്, സാജിദ, ഷക്കാന, റുക്കിയ, ഹിഷാം എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ അടക്കമുള്ളവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മണ്ഡല പുനർനിർണയ വ്യവസ്ഥയിൽ തട്ടി വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. ഭരണപക്ഷത്തിന് 290 വോട്ടുകൾ ലഭിച്ചപ്പോൾ പ്രതിപക്ഷം 230 വോട്ട് നേടി. 3-ൽ 2 ഭൂരിപക്ഷം നേടാനാകാത്തത് മോദി സർക്കാരിന് രാഷ്ട്രീയ തിരിച്ചടിയായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തലിന്റെ ഇനിയുള്ള 9 ദിവസം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. എല്ലാ വാണിജ്യ കപ്പലുകൾക്കും ഹോർമൂസ് പാത തുറന്നു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സോഷ്യൽ മീഡിയയിൽ സ്ഥിരീകരിച്ചു. വാൽപ്പാറ വിനോദയാത്രാ സംഘത്തിലെ മരിച്ച 9 പേരുടെ മൃതദേഹം കോയമ്പത്തൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മലപ്പുറത്തേക്ക് കൊണ്ടുവരും. മന്ത്രി K കൃഷ്ണൻകുട്ടി പൊള്ളാച്ചിയിലും മന്ത്രി V ശിവൻകുട്ടി കോയമ്പത്തൂരിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. മലപ്പുറത്ത് നിന്നുള്ള വിദഗ്ധ സംഘവും പാലക്കാട്ട് നിന്ന് ഡോക്ടർമാരും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. 9 പേർ മരിച്ച ദുരന്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ നടുക്കം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്ന് അറിയിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം. കളക്ടറുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് MPമാരായ ജോൺ ബ്രിട്ടാസ്, AA റഹീം, V ശിവദാസൻ തുടങ്ങിയവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തങ്ങൾക്കൊപ്പം കളക്ടറെ കാണാനെത്തിയ CITU സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനാണ് നേതാക്കൾ പ്രതിഷേധിച്ചത്. പാലക്കാട് മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് കടുത്ത ചൂട് മൂലം പൊട്ടി. ചില്ലുകൾ താനെ പൊട്ടി വീഴുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ജഷീറിന്റെ കാലിന് ചില്ലുകൊണ്ട് നിസാരമായി പരിക്കേറ്റു. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളായ പോലീസുകാരെ വിട്ടയച്ചതിനെതിരെ സുപ്രീംകോടതിയിൽ CBI അപ്പീൽ സമർപ്പിച്ചു. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ ഉദയകുമാറിനെ കൊലപ്പെടുത്തിയെന്നാണ് CBI വാദം. പ്രതികളായ പോലീസുകാർക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. 1-ാം പ്രതി K ജിതകുമാറിന് CBI കോടതി വിധിച്ച വധശിക്ഷ അടക്കം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. മുൻ SP-മാരായ EK സാബു, TK ഹരിദാസ്, SI ആയിരുന്ന T അജിത് കുമാർ തുടങ്ങിയവരാണ് പ്രതികൾ. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെയും ഭർത്താവ് മുഹമ്മദ് ഫർമാനെയും കണ്ടു മൊഴിയെടുക്കാതെ മടങ്ങില്ലെന്ന് മധ്യപ്രദേശ് പോലീസ്. ഇരുവരും ഒളിവിലാണ്. തളിപ്പറമ്പ് തിമിരിയിൽ RSS BJP പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർ കുറ്റക്കാർ. CPM നേതാക്കളായ പ്രതികൾക്കുള്ള ശിക്ഷ തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധിക്കും. തളിപ്പറമ്പ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ MK പ്രദീപ് കുമാർ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം PV ബാബുരാജ് തുടങ്ങിയവരെയാണ് കോടതി കുറ്റക്കാരായി വിധിച്ചത്. 2 പേരെ വെറുതെ വിട്ടു. 2011 നവംബർ 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം.
മലപ്പുറം തിരൂർ ആലത്തിയൂർ പൊയിലിശ്ശേരിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ആഡംബര കാറുകൾ ഉൾപ്പെടെ 10 വാഹനങ്ങൾ തീപിടിച്ച് നശിച്ചു. തൃപ്രങ്ങോട് ഹനുമാൻ കോവിന് സമീപത്തെ പുതുപ്പറമ്പിൽ ഫ്രാൻസിസിന്റെ വീട്ടുമുറ്റത്തെ BMW കർവ്, ഇഗ്നിസ്, ക്യൂട്ട് എന്നീ കാറുകൾ, ഥാർ ജീപ്പ്, ഹാർലി ഡേവിഡ്സൺ, 2 ബുള്ളറ്റുകൾ, 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ തുടങ്ങിയ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. മണ്ഡല പുനർനിർണയം സംബന്ധിച്ച BJP സർക്കാരിന്റെ നിലപാടുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാവി അപകടത്തിലാക്കുമെന്ന് ഡോക്ടർ തോമസ് ഐസക്. ഹിന്ദി സംസ്ഥാനങ്ങൾക്ക് അമിത പ്രാതിനിധ്യം നൽകുന്ന ഈ നിയമത്തിന് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് BJP എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് പിറകിലും അപകടമുണ്ടെന്ന് തോമസ് ഐസക്. കേരളത്തിൽ വേനൽ മഴ വൈകുന്നതിന് കാരണം കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും മുകളിലുള്ള ആന്റി സൈക്ലോൺ എന്ന ഉന്നത മർദ്ദമേഖല. ഈ പ്രതിഭാസം മേഘരൂപീകരണം തടയുന്നതിനാൽ കനത്ത ചൂട് അനുഭവപ്പെടുകയും മഴ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ അവസാനത്തോടെ മാത്രമേ വേനൽ മഴ സജീവമാകൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് കനത്ത ചൂട് വർദ്ധിച്ചിരിക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 2ാമത്തെ ഡിജിറ്റൽ ലഗേജ് ലോക്കർ സൌകര്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചു. പുതിയ സംവിധാനം ഉപയോക്തൃ സൌഹൃദപരവും അത്യന്തം സുരക്ഷിതവുമാണ്. കൂടാതെ യാത്രക്കാരുടെയും തീർത്ഥാടകരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ്. ബിരിയാണിക്ക് മുന്നിൽ ശ്രീകൃഷ്ണന്റെ രൂപവുമായി വിഷു ആശംസാ പോസ്റ്റർ പുറത്തിറക്കിയ ചേർത്തലയിലെ മെഹർ മന്തിക്കട ഉടമ ഹർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ആലപ്പുഴയിലെ അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൌരത്വമുണ്ടെന്ന പരാതിയിൽ അന്വേഷണം വേണമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച്. ഉത്തർപ്രദേശ് സർക്കാർ നേരിട്ടോ കേന്ദ്ര ഏജൻസി മുഖേനയോ അന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. BJP പ്രവർത്തകനായ S. വിഘ്നേഷ് ശിശിർ നൽകിയ പരാതിയിലാണ് നടപടി. വനിതാ സംവരണത്തിനായി മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് പാർലമെന്റ് അംഗങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചെങ്കിലും ഫലിച്ചില്ല. സ്ത്രീശക്തിയുടെ വികാരം വ്രണപ്പെടുത്തരുതെന്നും രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകൾ പാർലമെന്റിനെ ഉറ്റുനോക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ബിൽ പരാജയപ്പെട്ടതിന് പ്രതിപക്ഷ പാർട്ടികൾ വിജയാരവം മുഴക്കി ആഘോഷിക്കുന്നത് അങ്ങേയറ്റം മോശമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% ലോക്സഭാ സീറ്റ് വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനം പ്രതിപക്ഷം അംഗീകരിച്ചില്ല. 48 ലക്ഷം വരെ ജനസംഖ്യയുള്ള മണ്ഡലങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 127 മണ്ഡലങ്ങളുണ്ട്. ഒരു MPക്ക് കൈകാര്യം ചെയ്യാവുന്നതിലും വലുതാണ് അത്. 2027 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2029 വനിതാ സംവരണം നടപ്പാക്കാനാവില്ല. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കണം. എതിർക്കുന്നവർക്ക് തലനര കൂടുകയേ ഉള്ളൂവെന്നും ഭരണം കിട്ടില്ലെന്നും അമിത്ഷാ പരിഹസിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. വനിതാ സംവരണ ബില്ലിന് മറവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റാനുള്ള ശ്രമമാണെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് രാജ്യവിരുദ്ധ നീക്കമാണ്. നമ്പർ 16 പ്രധാനമന്ത്രിയെ അലോസരപ്പെടുത്തുന്നുവെന്നും രാഹുൽ പറഞ്ഞതോടെ ആ പ്രയോഗം എന്താണെന്ന് ചർച്ചയായി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ 16 പ്രയോഗത്തിന് അർത്ഥമെന്താണ്? 16 നമ്പർ പ്രധാനമന്ത്രിയെ അലോസരപ്പെടുത്തുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. 16 എന്നതിലൂടെ രാഹുൽ ഗാന്ധി എപ്സ്റ്റീനാണ് ഉദ്ദേശിച്ചതെന്ന് AICC എക്സ് അക്കൌണ്ടിലൂടെ സൂചിപ്പിച്ചു. സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇറാനിൽ നിന്ന് 2361 പേരെ സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇങ്ങനെ മടങ്ങിയെത്തിയവരിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ചിരിപ്പിച്ചത് 20 വർഷമായി തനിക്ക് കഴിയാത്ത അനുഭവമാണെന്ന് രാഹുൽ ഗാന്ധി. ആഭ്യന്തരമന്ത്രി ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ പദ്ധതികളും തയ്യാറാക്കി.
ചാണക്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കണ്ട് അമ്പരന്ന് പോകുമെന്നായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ. അതുകേട്ട് അമിത്ഷാ പൊട്ടിച്ചിരിച്ചു. പ്രിയങ്കയുടെ ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ തനിക്ക് അഭിമാനം തോന്നിയെന്നും രാഹുൽ പറഞ്ഞു. പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിനെ ജാലവിധിയെന്ന് പരിഹസിച്ച രാഹുൽ രാജ്യത്തെയാണ് പരിഹസിക്കുന്നതെന്നും വ്യാഖ്യാനിച്ചു. ഡേറ്റിംഗ് ആപ്പുകളിലൂടെയും മറ്റും 500-ലേറെ സ്ത്രീകളെ വഞ്ചിച്ച് കോടികൾ തട്ടിയെടുത്ത ആനന്ദ്കുമാർ എന്ന 35-കാരനെ ഡൽഹി പോലീസ് പിടികൂടി. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഇയാളെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാസിക് TCSലെ മതപരിവർത്തന ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ദേശീയ വനിതാ കമ്മീഷൻ നിയോഗിച്ച സമിതി തെളിവെടുപ്പ് നടത്തി. ഇതുവരെ 10 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച ആണവ സമ്പത്ത് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പണമിടപാടൊന്നും ഇല്ലാതെ തന്നെ യുറേനിയവും ന്യൂക്ലിയർ ഡസ്റ്റും പിടിച്ചെടുക്കുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഇറാനെ വളഞ്ഞിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിൽ ഭക്ഷ്യക്ഷാമം. ഒരു കഷ്ണം മാംസവും അല്പം ക്യാരറ്റ് പുഴുങ്ങിയതും മാത്രമാണ് ഭക്ഷണം. USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിലുള്ള മകൾ അയച്ച ഫോട്ടോ കുടുംബം പുറത്തുവിട്ടതോടെ വൈറലായി. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ശുഭ്മാൻ ഗിൽ നയിച്ച ഗുജറാത്ത് ടൈറ്റൻസ് 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത മുന്നോട്ട് വെച്ച 181 റൺസിന്റെ വിജയലക്ഷ്യം 2 പന്ത് ബാക്കി നിൽക്കെയാണ് ഗുജറാത്ത് മറികടന്നത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കൊൽക്കത്ത തുടക്കത്തിൽ തകർച്ച നേരിട്ടെങ്കിലും 78 റൺസെടുത്ത കാമറൂൺ ഗ്രീനിന്റെ മികവിലൂടെ 20 ഓവറിൽ 180 റൺസെടുത്തു. അതേസമയം 50 പന്തിൽ 86 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലിന്റെ മികവിലാണ് ഗുജറാത്ത് വിജയം സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.